ഓം ശ്രീ വിഘ്നേശ്വരായ നമഃ. നമസ്കാരം. ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് 2024 ഡിസംബർ 22 മുതൽ ഡിസംബർ 28 വരെയുള്ള ഒരാഴ്ച കാലത്തെ 27 നക്ഷത്രക്കാരുടെയും ശുഭാശുഭ ഫലസൂചനകളും പരിഹാര നിർദ്ദേശങ്ങളുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ദോഷഫലങ്ങൾ കുറയ്ക്കുവാൻ പരിഹാര നിർദ്ദേശങ്ങളുണ്ട്. അതുപോലെ തന്നെ ശുഭഫലങ്ങൾ വർദ്ധിപ്പിക്കുവാനായിട്ടുള്ള പരിഹാര നിർദ്ദേശങ്ങളുമുണ്ട്. അപ്പോൾ പലരും ചോദിക്കാറുണ്ട്, എന്താ ഈ ശുഭഫലങ്ങൾ അങ്ങനെ വർദ്ധിപ്പിക്കാനായിട്ട് ഇപ്പോൾ എന്താ ചെയ്യേണ്ടത്? ശുഭഫലങ്ങളങ്ങ് വന്നോളില്ലേ? ഒരു കാര്യവും നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ വരില്ല. ശുഭഫലങ്ങൾ എന്ന് പറയുന്ന ഫലസൂചനകൾ മാത്രമാണ്, ഗ്രഹസ്ഥിതി കൊണ്ടുള്ള ഫലസൂചനകൾ മാത്രമാണ്. അതിനകത്ത് എൻവയൺമെൻറ്റലായിട്ടുള്ള സാഹചര്യം മൂലമുള്ള ഒബ്സ്റ്റക്കിൾസ്, തടസ്സങ്ങൾ വരാം. അതൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് പരിഹാരങ്ങൾ എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിയുക. ഇനി രാശിഫലത്തിലേക്ക് കിടക്കാം. ആദ്യമായി മേടം രാശി. അശ്വതി, ഭരണി, കാർത്തിക ആദ്യത്തെ കാൽഭാഗം. യാത്രകൾ വരാം. യാത്രകൾ കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാകാനുള്ള ഭാഗ്യമുണ്ട്. പുതിയ ടെക്നോളജിക്കൽ ഗാഡ്ഗറ്റ്സ് ഒക്കെ വാങ്ങാനുള്ള, അത് പുതിയ മൊബൈൽ ഫോണോ സൗണ്ട് സിസ്റ്റമോ TV സിസ്റ്റമോ ഒക്കെ വാങ്ങാനുള്ള ഒരു യോഗമുണ്ട്. അല്ലെങ്കിൽ ഓട്ടോമൊബൈലിന് വേണ്ടിയിട്ട് പണം ചെലവാക്കാനുള്ള സാധ്യത ഏറെയാണ്. പൊതുവെ പുതുവസ്ത്രം, ആഭരണം ഇവ ലഭിക്കാനുള്ള ഭാഗ്യവുമുണ്ട്. ഇതുകൂടാണ്ട് ജോലിയിൽ ഉയർച്ചയ്ക്കുള്ള സാധ്യതയുണ്ട്. പ്രൊമോഷൻ സാധ്യത, MNC പ്ലേസ്മെൻറ്റിനൊക്കെയുള്ള യോഗമുണ്ട്. എക്സാംസിലൊക്കെ വിജയിക്കുവാനുള്ള ഭാഗ്യവുമുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകിച്ചറിയുക. ഇത് കൂടാണ്ട് വിവാഹ കാര്യങ്ങൾക്കും തരക്കേടില്ലാത്തൊരു വാരമാണ്. അതിനുവേണ്ടി ശ്രമിച്ചോളൂ. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനുള്ള ഭാഗ്യവുമുണ്ട്. പൊതുവെ ജാതകത്തിൽ അനുകൂലമായിട്ടുള്ള ദശാപഹാരങ്ങൾ ഉള്ളവർക്കായിരിക്കും ഈ പറഞ്ഞ അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ പ്രകടമായിട്ട് വരിക. എന്നാൽ ജാതകത്തിൽ അല്പം ഈ ഭാഗ്യസ്ഥാനത്തിന് അല്പം വിലക്കുറവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കാര്യങ്ങൾക്ക് അവിചാരിതമായിട്ടുള്ള തടസ്സങ്ങൾ വന്നു ചേരുന്നതായിട്ട് കാണുന്നുണ്ട് മേടം രാശിക്ക്. അപ്പോൾ അവർ ചെയ്യേണ്ട ഒരു കാര്യം തടസ്സങ്ങൾ നീക്കുക എന്നുള്ളതാണ്. മഹാഗണപതിയെ പ്രത്യേകം പ്രാർത്ഥിക്കുക. രണ്ട് തരത്തിലുള്ള ആൾക്കാർക്കും, ഈ ഭാഗ്യം ഏറിയവർക്കും ഭാഗ്യം കുറഞ്ഞവർക്കും മഹാഗണപതിയുടെ പ്രാർത്ഥന അത്യാവശ്യമാണ് ഈ കാലം എന്നുള്ള കാര്യം അറിയാം. പ്രത്യേകിച്ച് വൈകാരികമായിട്ടുള്ള പ്രയാസങ്ങൾ ഉള്ളവർ പ്രണമ്യ ശിരസാ ദേവം ഗൗരീപുത്രം വിനായകം എന്നാരംഭിക്കുന്ന ആ സ്തോത്രം ഭക്തിപൂർവ്വം കിഴക്ക് ദർശനമായി ജപിക്കുകയും അടുത്ത ക്ഷേത്രത്തിലെ ഗണപതിയെ ദിവസവും വണങ്ങുവാൻ ശ്രമിക്കുകയും വേണം എന്നുള്ള കാര്യം പ്രത്യേകിച്ചറിയുക. കഴിയുമെങ്കിൽ ഓം ശ്രീ വിഘ്നേശ്വരായ നമഃ എന്നുള്ള ആ മന്ത്രം 108 പ്രാവശ്യം അടുത്ത ക്ഷേത്രത്തിലെ ശ്രീ ഗണപതിയുടെ മുന്നിൽ നിന്ന് ജപിക്കുക. തടസ്സങ്ങളൊക്കെ ഭഗവാൻ നീക്കി ഐശ്വര്യം നൽകും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കുക. ഇടവം രാശി. കാർത്തിക അവസാനത്തെ മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യത്തെ പകുതി ഭാഗം. അവിചാരിതമായി അല്പം പണം അല്ലെങ്കിൽ അല്പം വിലയൊക്കെയുള്ള പ്രസൻറ്റ് ഇതൊക്കെ ലഭിക്കുവാനുള്ള ഭാഗ്യം ഈ വാരം കാണുന്നുണ്ട്. അതായത് പുതുവസ്ത്രം, ആഭരണം സമ്മാനമായി ലഭിക്കുക. വളരെ വേണ്ടപ്പെട്ടവർ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് തരിക, അതിനുകൊണ്ട് മനസ്സന്തോഷം ഉണ്ടാകുക. ഇതിനൊക്കെയുള്ള ഭാഗ്യം ഈ വാരം കാണുന്നു. ശരീരത്തിന് അല്പം ഒരു ക്ലേശ സൂചനയുണ്ട്. പ്രത്യേകിച്ച് 4-ാം വ്യാഴവട്ടം കടന്നവർക്ക്, 48 വയസ്സ് കടന്നവർക്ക് ആരോഗ്യപരമായിട്ടുള്ള ജോയിൻസിനൊക്കെ ചെറിയൊരു പ്രയാസം പൊതുവെ വീട്ടമ്മമാർക്ക് ഹോർമോണലായിട്ടുള്ള ചെറിയ ശരീരത്തിന് ക്ഷീണം ഉൾപ്പെടെയുള്ള ചെറിയ പ്രയാസങ്ങൾക്കുള്ള സാധ്യത ഏറുന്ന ഒരു കാലമാണ് എന്നുള്ളതുകൊണ്ട് ഈ രാശിക്കാർ പൊതുവെ നാഗപ്രീതി അത്യാവശ്യം വരുത്തണം. അതായത് ഒരു ഊർജ്ജസ്വലത കൈവരുവാനായിട്ട്. ഒരു എനർജി ലെവൽ വളരെ കുറവാണ് ഈ രാശിക്കാരുടെ ഇപ്പോൾ. അപ്പോൾ അതങ്ങോട്ട് വന്നു ചേരുവാൻ ഇത് വിദ്യാർത്ഥികളെയും അത് പലതരത്തിൽ ബാധിക്കും. ടാലൻറ്റഡ് ആയിട്ടുള്ളവർക്ക് അത് പ്രാക്ടീസ് ചെയ്യാനോ അത് നമ്മുടെ ഒരു വിജയത്തിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുവാനോ കഴിയുന്നതിൽ തടസ്സമുള്ള കാലമാണ് എന്നുള്ളത് കൊണ്ടാണ് നമ്മുടെ എനർജി ലെവലൊന്ന് കൂട്ടേണ്ടത് അത്യാവശ്യം എന്ന് പറഞ്ഞു. അതിനായിട്ട് നാഗപ്രീതി വരുത്തുക. അടുത്ത ക്ഷേത്രത്തിൽ അതായത് നാഗപ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ ദിവസവും കഴിയുന്ന ദിവസവും ദർശനം നടത്തി നാഗരാജാവിൻ്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുക. ശ്രീ നാഗരാജ അഷ്ടോത്തര ശതനാമാവലി ജപിക്കുന്നതുകൊണ്ടും ആ ഊർജ്ജസ്വലത കൈവരും എന്ന് മാത്രമല്ല ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളും നീങ്ങിപ്പോകും എന്നുള്ളതിൽ സംശയം വേണ്ട. കൂട്ടുകെട്ടൊന്ന് ശ്രദ്ധിക്കേണ്ട കാലമാണ്. അതുപോലെ പ്രണയം ഒഴിവാക്കുക ഈ വാരം എന്നുള്ള കാര്യം പ്രത്യേകം അറിയുക. പുതിയ പാർട്ട്ണർഷിപ്പും ഒക്കെ മറ്റൊരവസരത്തിലേക്ക് മാറ്റിവെക്കുന്നതായിരിക്കും നല്ലത്. സന്തോഷമായിരിക്കുക. മിഥുനം രാശി. മകയിര അവസാനത്തെ പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യത്തെ മുക്കാൽ ഭാഗം.
പൊതുവെ കോപ സ്വഭാവം ഏറിയിരിക്കുന്ന ഒരു വാരമാണ് എന്നുള്ളതാണ്. ഇമ്പൾസീവ് ഡിസിഷൻ മേക്കിങ്ങിനുള്ള സാധ്യതയും ഉണ്ട്. എന്തെങ്കിലും കാര്യങ്ങൾ വാങ്ങാൻ, വസ്തുവായാലും വീടായാലും നമ്മൾ ഇലക്ട്രിക്കൽ അപ്ലയൻസസ് ആയാലും കമ്പ്യൂട്ടർ, എന്ത് കാര്യമായാലും നമ്മൾ വാങ്ങുക, വിൽക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇമ്പൾസീവായിട്ടുള്ളൊരു തീരുമാനം എടുക്കരുത്. അത് നമ്മൾ വളരെ ആലോചിച്ചതിന് ശേഷം മാത്രം തീരുമാനങ്ങൾ എടുക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ചൊവ്വാദോഷം, രാഹുദോഷം, ശനിദോഷം ഒക്കെയുള്ള യങ്സ്റ്റേഴ്സിന് അവരുടെ വിവാഹ കാര്യങ്ങളിൽ ഈ വാരവും ചെറിയ ചെറിയ തടസ്സങ്ങൾ ആവർത്തിക്കുവാനുള്ള സാധ്യത ഏറെയാണ് എന്നുള്ള കാര്യം പ്രത്യേകിച്ചറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് യോജിച്ചൊരു വിവാഹാലോചന വന്നാലും നന്നായിട്ട് ആലോചിച്ചതിന്, ചിന്തിച്ചതിന് ശേഷം ജാതക പരിശോധന താല്പര്യമുള്ളവർക്ക് ജാതക പരിശോധനയൊക്കെ നടത്തിയതിന് ശേഷം മാത്രം വിവാഹ നിശ്ചയത്തിൽ ഏർപ്പെടുക എന്നുള്ള കാര്യം പ്രത്യേകിച്ചറിയുക. പുതിയ കോഴ്സസിനൊക്കെ അഡ്മിഷൻ ലഭിക്കുവാനുള്ള ഭാഗ്യമുണ്ടെങ്കിലും സ്വന്തം പൊട്ടൻഷ്യൽ, അതായത് കഴിവുകൾ അറിഞ്ഞ് കോഴ്സസ് സ്വീകരിക്കുന്നത് നന്നായിരിക്കും. കാരണം ശനി അത്ര അനുകൂലമല്ലാത്തൊരു ഭാവത്തിലേക്ക് വൈകാതെ തന്നെ വരുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് പഠന കാര്യങ്ങളിൽ താല്പര്യം കുറയുവാൻ, ഇപ്പോൾ ഒരു കോംപ്ലിക്കേറ്റഡ് ഡിഫിക്കൽട്ട് കോഴ്സിനൊക്കെ നമ്മൾ അഡ്മിഷൻ കിട്ടിയാൽ തന്നെയോ അതങ്ങോട്ട് വേണ്ട രീതിയിൽ പൂർത്തീകരിക്കുവാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിലൊരു സംശയം ഒക്കെ ഉണ്ടാകാം. പ്രത്യേകിച്ച് ലീഗൽ, എൻജിനീയറിംഗ് പ്രൊഫഷൻ അസ്പയർ ചെയ്യുന്നവർ, ആഗ്രഹിക്കുന്നവർ അതിൽ ജോയിൻ ചെയ്യുമ്പോൾ ഒന്ന് ആലോചിക്കുക, ഇത് വെദർ ഐ ആം കേപ്പബിൾ ഓഫ് കംപ്ലീറ്റിംഗ് ഇറ്റ് എന്നുള്ള കാര്യം ഒന്ന് ചിന്തിച്ചതിന് ശേഷം മാത്രം കോഴ്സസ് എടുക്കുക എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. അതുപോലെ കൂട്ടുകെട്ട് കൊണ്ട് പ്രയാസങ്ങൾ വരാം. നമ്മുടെ വാഹനമൊന്നും അന്യർക്ക് കൊടുക്കരുത്. ഡ്രൈവ് ചെയ്യാനും റൈഡ് ചെയ്യാനും ഈ വാരം വാഹനം കൊണ്ട് പ്രയാസങ്ങൾ വരുന്ന ഒരു വാരമാണ്. രാത്രികാല സഞ്ചാരം അതുകൊണ്ട് തന്നെ ഒഴിവാക്കുക. ഈ ഇമ്പൾസീവ് നേച്ചർ നേരത്തെ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഉദ്ദേശിക്കാത്ത ഒരു പക്ഷേ നമ്മുടെ സംസാരം ഉദ്ദേശിക്കാത്ത തലങ്ങളിലേക്ക് പോകുവാനും വളരെ വേണ്ടപ്പെട്ടവരകന്നു പോകാനും ഒക്കെയുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. നമ്മൾ ഉദ്ദേശിക്കാത്ത അർത്ഥം പോലും മറ്റുള്ളവർ കൊടുത്തേക്കാം എന്നുള്ളതുകൊണ്ട് ആ കാര്യങ്ങളിലൊക്കെ പ്രത്യേകം ഒരു ശ്രദ്ധ വേണം. പണം വളരെ നിയന്ത്രിച്ച് മാത്രം ചിലവാക്കുക. ആഡംബരങ്ങൾക്കായി പണം ചിലവാക്കുവാനുള്ള ഒരു സാധ്യതയുണ്ട്. എന്നാൽ റീപേയ്മെൻറ്റ് ഓഫ് ലോൺസ് അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒക്കെ തടസ്സം വരാം. അതെങ്ങനെ റീപേ ചെയ്യുന്ന ആലോചിച്ച് തന്നെ നമ്മുടെ ശയനസുഖക്കുറവ്, ഉറക്കക്കുറവൊക്കെ വരാൻ സാധ്യത ഏറെയുള്ള കാലമാണ്. പക്ഷേ വിഷമിക്കാനൊന്നും തന്നെയില്ല. ശ്രീകൃഷ്ണ പ്രീതി വരുത്തിക്കൊള്ളൂ. വ്യാഴാഴ്ച ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തുക. ദിവസവും മുകുന്ദാഷ്ടകം ജപിക്കുക. എല്ലാ പ്രയാസങ്ങളും ഭഗവാൻ നീക്കിത്തരും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കും. കർക്കിടകം രാശി, പുണർദം അവസാനത്തെ കാൽഭാഗം, പൂയം, ആയില്യം. ഈ രാശി വളരെ പ്രധാനപ്പെട്ട ഒരു കാലത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. കർക്കിടകം രാശി വളരെ കാലമായിട്ട് അവർക്ക് ഈ കാര്യങ്ങളൊന്നും നന്നായിട്ട് മുന്നോട്ട് പോകുന്നില്ല. പലപ്പോഴും കടമെടുക്ക് വാങ്ങേണ്ടി വരുന്നു, അല്ലെങ്കിൽ ലോൺ എടുക്കേണ്ടി വരുന്നു. അതിൻ്റെ റീപേയ്മെൻറ്റിലും ബുദ്ധിമുട്ടുണ്ടാകുന്നു. ബിസിനസ്സിലൊരു വേണ്ട രീതിയിലുള്ള മുന്നോട്ട് പോക്ക് കാണുന്നില്ല എന്നൊക്കെ കഴിഞ്ഞ കാലത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. പല കാര്യങ്ങളിലും തടസ്സങ്ങൾ ആവർത്തിച്ച് വരികയും പ്രോബബ്ലി എനർജി ലെവൽ വളരെയധികം കുറയുകയും ചെയ്തിട്ടുണ്ടാകാം. എന്നാൽ ഈ രാശിയിൽ ജനിച്ചവരിൽ ഒരു മോർ ദാൻ 60% അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ കഴിഞ്ഞ 6 മാസമായിട്ട് വന്നിട്ടുണ്ടാകാം. അനുകൂലം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് അങ്ങനെ ലോട്ടറി കിട്ടുക, അങ്ങനെയുള്ള വലിയ കാര്യങ്ങളല്ല. അനുകൂല സൂചനകൾ, ആ കാര്യങ്ങളൊക്കെ അല്പം ഒന്ന് നന്നാകാനുള്ള സാധ്യതയുണ്ടല്ലോ എന്നുള്ളൊരു തോന്നൽ ഉളവാക്കുന്ന രീതിയിലുള്ള അവസരങ്ങൾ, അപ്രതീക്ഷിതമായിട്ട് കുറച്ച് ക്യാഷ് ഗെയിൻ, കുറച്ചൊരു ക്യാഷൊക്കെ വന്നു ചേരുക. അതുകൊണ്ട് ചെറിയ ചെറിയ പ്രയാസങ്ങളൊക്കെ കുറയ്ക്കുവാനും ചിലപ്പോൾ ലക്ഷറി ഐറ്റംസിന് വേണ്ടിയിട്ടും ട്രാവലിന് വേണ്ടിയിട്ടും ഒക്കെ പണം ചിലവാക്കാനുമുള്ള ഒരു യോഗം കഴിഞ്ഞ കാലത്തുണ്ടായിരുന്നു. ഈ വാരവും അത് തുടരും. ഈ രാശിയിൽ ജനിച്ച മെജോറിറ്റി ആൾക്കാർക്ക്, മെജോറിറ്റി എന്ന് പറഞ്ഞാൽ 60+, 60% കൂടുതലുള്ളവർക്കും അനുകൂലമായിട്ടുള്ള ഫലങ്ങളും, അവർക്ക് ജോലിയിൽ ഉയർച്ച, പുതിയ ജോലി ലഭിക്കുക, പിന്നെ ഒരു ഊർജ്ജസ്വലത കാരണം മനസ്സിന് സന്തോഷം വരിക, പുതിയ കൂട്ടുകെട്ട്, പുതിയ ഫ്രണ്ട്സൊക്കെ വന്നു കയറുക, അവരുമായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാനുള്ള ഒരു അവസരവും ലോങ് ട്രാവലിനുള്ളൊരു ഓപ്പർച്യൂണിറ്റിയും ഒക്കെ അൺഎക്സ്പെക്റ്റഡായിട്ട് എമർജ് ചെയ്യാനും, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സന്തോഷം ഉണ്ടാകാനും ഒക്കെയുള്ള ഭാഗ്യമുണ്ട് എന്നുള്ളതാണ്. അതാണ് നമ്മുടെ സൗഹൃദം വിപുലീകരിക്കുവാനുള്ള ഒരു സാഹചര്യം എന്ന് പറയും. അതുപോലെ ഹയർ എഡ്യൂക്കേഷനുള്ള ഒരു ഭാഗ്യമുണ്ട്. ജോലി, മെച്ചമായിട്ടുള്ള ജോലി അല്ലെങ്കിൽ സാലറി അറിയേഴ്സൊക്കെ വരാനുള്ള ഭാഗ്യവും ഈ വാരം കാണുന്നു. എന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ ഭാഗ്യം കുറഞ്ഞിട്ടുള്ള ചില ആൾക്കാർക്ക്, പ്രത്യേകിച്ച് പഴയ ബാധ്യതയുള്ളവർക്ക്,
വളരെയധികം കടമുള്ളവർക്കും അവർക്കും ആശ്വാസകരമായിട്ടുള്ളൊരു വാരം തന്നെയാണ്. പക്ഷേ അവർക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഒരു ഫൈൻ മോർണിംഗ് റൈസ് തൽക്കാലം ഉണ്ടാവില്ല, പക്ഷെ അതുണ്ടാവും എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഈ രാശിക്കാർ ഈ രാശിക്ക് ബലം വരുത്തുക എന്നുള്ളതാണ്. തിങ്കളാഴ്ചയ്ക്ക് പ്രാധാന്യം കൊടുക്കുക. ചന്ദ്രനായതുകൊണ്ട് തിങ്കളാഴ്ചയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ദുർഗാക്ഷേത്ര ദർശനം നടത്തുക. ശ്രീ ദുർഗാ സ്തോത്രം ജപിച്ചോളൂ. നിവർന്നിരുന്ന് ജപിക്കണം. നിവർന്നിരുന്ന് ജപിച്ച് ദുർഗാ സ്തോത്രം ഭക്തിപൂർവ്വം ജപിച്ചുകൊണ്ട് അമ്മയോട് അപേക്ഷിക്കുക. എൻ്റെ പ്രയാസങ്ങളൊക്കെ നീക്കിത്തരണമേ. ചില അനുകൂലമായിട്ടുള്ള സൂചനകൾ കാണുന്നുണ്ട്, അത് പൂർണ്ണമായും എന്നിൽ എത്തണം എന്നുള്ള ഒരു പ്രാർത്ഥന വളരെ ഹമ്പിളായിട്ട് റിക്വസ്റ്റ് ചെയ്യുക. ദേവി സഹായിക്കും. ഈ രാശിക്കാർക്ക് ഉയർച്ചയ്ക്കുള്ളൊരു സ്റ്റെപ്പിംഗ് സ്റ്റോണായി മാറാനുള്ള ഒരു ഭാഗ്യം ഇപ്പോൾ ഗ്രഹസ്ഥിതിയിൽ കാണുന്നുണ്ട് ഈ വാരം. അപ്പോൾ സന്തോഷമായിരിക്കുക. എല്ലാ ഐശ്വര്യങ്ങളും വന്നു ചേരും. ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യത്തെ കാൽഭാഗം. വിദ്യാർത്ഥികൾക്ക് ശരീരത്തിനൊരു ക്ഷീണം, അലസത, പഠിക്കാനുള്ളൊരു താല്പര്യക്കുറവ്, മൂഡിൽ ചേഞ്ചസ്, അതായത് വളരെ സോഫ്റ്റായിട്ട് ബിഹേവ് ചെയ്തിരുന്ന ഒരു ബോയ് ഓർ ഗേൾ പെട്ടെന്ന് അഗ്രസീവ് ആകുക, വീട്ടുകാർ പറയുന്നതിനെ അനുസരിക്കാതിരിക്കുക, അതിനെതിരായിട്ട് സംസാരിക്കുക. അപ്പോൾ വീട്ടുകാർക്ക് പൊതുവെ ഒരു അപ്സെറ്റ് വരാം, മനസ്സിനൊരു ടെൻഷൻ വരാം, എന്താ ഇപ്പോൾ ഈ കുട്ടി ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്നൊക്കെയുള്ളൊരു തോന്നലുണ്ടാകാം. ഈ രാശിയിൽ ജനിച്ചവർ, ചിങ്ങം രാശിയിൽ ജനിച്ചവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ കൂട്ടുകെട്ടാണ്. പ്രത്യേകിച്ച് ഓപ്പോസിറ്റ് സെക്സുമായിട്ട് മിക്സ് ചെയ്യുമ്പോൾ. കാരണം ചിലപ്പോൾ ചില പ്രയാസങ്ങളോ അപവാദ ശ്രവണമോ നമ്മുടെ പഠനത്തിൽ താഴേക്ക് പോകാനുള്ള ഒരു സാധ്യതയോ സ്കൂൾ കോളേജിൽ അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോബ്ലംസോ ഒക്കെ അൺഎക്സ്പെക്റ്റഡായിട്ട് വരുന്ന ഒരു സമയമായതുകൊണ്ട് നമ്മുടെ സോഷ്യലൈസേഷൻ ഒന്ന് ലിമിറ്റ് ചെയ്യുക, എസ്പെഷ്യലി വിത്ത് ഓപ്പോസിറ്റ് സെക്സ്. അതുപോലെ നമ്മുടെ ഈ വാഹനം ടു വീലർ യൂസ് ചെയ്യുന്നതൊക്കെ ഒന്ന് കുറച്ചുള്ളൂ. ഇഞ്ചുറി പ്രോൺനെസ്, മുറിവ് പറ്റാനുള്ള സാധ്യത കൂടുതലാണ്. ആരോഗ്യപരമായിട്ടുള്ള പ്രയാസങ്ങൾ കാണുന്നു. അലർജി കണ്ടീഷൻ, സ്കിൻ ട്രബിൾസ് വരാം. അപ്പോൾ ഇങ്ങനെയുള്ള പ്രയാസങ്ങൾ ഏറിയിരിക്കും. രാഹുകേതുക്കളുടെ ദശ അല്ലെങ്കിൽ അപഹാരം ഇപ്പോൾ നടക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ആരോഗ്യവും ശരീരവും പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ദൂരയാത്ര അവർ കഴിയുന്നതും ഒഴിവാക്കുക. ഒരു പ്രായം കടന്നവർക്ക്, പ്രത്യേകിച്ച് 48 വയസ്സ് കടന്നവർ അവരുടെ മൂവ്മെൻറ്റിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. കാരണം വീഴ്ച, മുറിവ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ചെറിയ പ്രയാസങ്ങൾക്കുള്ള സാധ്യതയുണ്ട് എന്നുള്ള കാര്യവും പ്രത്യേകിച്ച് അറിയുക. എന്നാൽ ഈ രാശിക്കാർക്ക് ചെറിയ ബിസിനസ് കച്ചവടമൊക്കെ നടത്തുന്ന സ്മോൾ ടൈം വെൻഡേഴ്സ്, അവർക്കൊക്കെ അൺഎക്സ്പെക്റ്റഡായിട്ട് ബിസിനസ് മുന്നോട്ട് പോകുവാനും വരുമാനം കൂടുവാനും അതുകൊണ്ട് തന്നെ തൽക്കാലത്തേക്കുള്ള കടം ബാധ്യതയ്ക്കുള്ള ഒരു റീപേയ്മെൻറ്റ് തിരിച്ചു കൊടുക്കാനൊക്കെയുള്ള ഒരു സാഹചര്യം വന്നു ചേരും എന്നുള്ളതിൽ സംശയം വേണ്ട. ശനിപ്രീതി വരുത്തിക്കോളൂ, എല്ലാ പ്രയാസങ്ങളും നീങ്ങിപ്പോകും. നീലാഞ്ജന സമാനാഭം രവിപുത്രം യമാഗ്രജം ഛായാമാർത്താണ്ഡ സംഭൂതം തം നമാമി ശനൈശ്ചരം എന്നുള്ള ആ മന്ത്രം 9 പ്രാവശ്യം ജപിച്ചോളൂ. എല്ലാ തടസ്സങ്ങളും നീങ്ങും എന്നുള്ളതിൽ സംശയം വേണ്ട. ആരോഗ്യപരമായിട്ടുള്ള പ്രയാസങ്ങളും നീങ്ങി മനസ്സിന് സമാധാനവും സന്തോഷവും വന്നു ചേരും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കുക. കന്നിരാശി ഉത്തര അവസാനത്തെ മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യത്തെ പകുതി ഭാഗം. വിവാഹ കാര്യങ്ങൾക്കാണ് പൊതുവെ അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ ഈ വാരം കാണുന്നത് എന്നുള്ളതുകൊണ്ട് പൊതുവെ ദോഷജാതകമുള്ളവർക്ക്, 7ാം ഭാവം ബലമില്ലാത്തവർക്കൊക്കെ വിവാഹാലോചന അല്ലെങ്കിൽ വിവാഹത്തിന് വേണ്ടി ശ്രമിച്ചോളൂ എന്നുള്ളതാണ്. ഭൗതികമായിട്ട് നമ്മൾ ശ്രമിക്കണമല്ലോ, ഇപ്പോൾ ആര് കൊടുക്കുക അങ്ങനെയൊക്കെയുള്ള, അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരോടൊക്കെ പറയുക, ഇങ്ങനെയുള്ള ചില കാര്യങ്ങളുണ്ടല്ലോ. നമ്മൾ എല്ലാ കാര്യവും അനുകൂലമായിട്ടുള്ള സമയമായാലും നമ്മളിങ്ങനെ എല്ലാം ഇങ്ങോട്ട് വന്നോളും എന്ന് വിചാരിച്ചിരിക്കാൻ പറ്റില്ല. എത്ര നല്ല സമയം വന്നാലും കുട്ടി നന്നായിട്ട് വർക്ക് ചെയ്താൽ മാത്രമേ അക്കാഡമിക്സിൽ പഠിത്തത്തിൽ ബെറ്റർ ആവുള്ളൂ എന്നുള്ള കാര്യം അറിയാം. അപ്പോൾ അതുപോലെ തന്നെയാണിത്. നമ്മൾ നമ്മുടേതായിട്ടുള്ള ശ്രമം അത്യാവശ്യമാണ്. അങ്ങനെ വിവാഹ കാര്യങ്ങളിൽ ഒരു തീരുമാനമാകാനുള്ള ഭാഗ്യം, പ്രണയമുണ്ടെങ്കിൽ അത് വിവാഹത്തിൽ എത്തുവാനുള്ളത്, ചിലരുടെയൊക്കെ എതിർപ്പുണ്ടാകും. ആ എതിർപ്പൊക്കെ അങ്ങോട്ട് മാറാൻ സാധ്യതയുള്ള സമയമാണ്. സന്തതിയുടെ ജനനം കുടുംബത്തിലുണ്ടാകാം. മംഗളകർമ്മങ്ങൾക്ക് ഭാഗ്യമുണ്ട്. എന്നാൽ മാതൃസ്ഥാനീയർക്ക്, അമ്മ വഴിയുള്ള ബന്ധുക്കൾക്കൊക്കെ ധനനഷ്ടവും അവരുടെ ആരോഗ്യകാര്യങ്ങളിൽ പ്രയാസവും ഒക്കെ ഈ വാരം കാണുന്നുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിയുക. ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തിക്കൊള്ളൂ. അവിടെ ഒരു തുളസിമാല സമർപ്പിച്ച് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. ശ്രീകൃഷ്ണ അഷ്ടോത്തര ശതനാമാവലിയും ഭക്തിപൂർവ്വം ജപിക്കുന്നതുകൊണ്ട് ഈ രാശിക്കാർക്ക് ഇപ്പോൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ള തടസ്സങ്ങൾ, പ്രയാസങ്ങൾ, അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ ചിലപ്പോൾ തടസ്സപ്പെടുത്തുന്ന ഘടകങ്ങളെയും ഒക്കെ മാറ്റാൻ പറ്റും. അങ്ങനെ കുടുംബത്തിന് ഐശ്വര്യം വരാനുള്ള ഭാഗ്യം സിദ്ധിക്കും ഈ പരിഹാരം കൊണ്ട് എന്ന് പ്രത്യേകിച്ച് അറിയുക. സന്തോഷമായിരിക്കും. തുലാം രാശി ചിത്തിര അവസാനത്തെ പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യത്തെ മുക്കാൽ ഭാഗം.
കാര്യങ്ങൾക്കൊക്കെ ആവർത്തിച്ചൊരു തടസ്സം വരുന്നില്ലേ എന്നുള്ളൊരു തോന്നലുണ്ടാകാം. അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലല്ലല്ലോ കാര്യങ്ങൾ പോകുന്നത് എന്നുള്ള തോന്നൽ കൊണ്ട് ബിസിനസ്സിലൊക്കെ ഒരു സ്റ്റാൻഡ് സ്റ്റിൽ അവസ്ഥയിലേക്ക് പോകില്ലേ എന്നുള്ളൊരു തോന്നലും വരാം. നമ്മൾ ഉദ്ദേശിക്കുന്ന പലരുമൊക്കെ നമുക്കെതിരായിട്ട് പ്രവർത്തിക്കുന്നില്ലേ, അല്ലെങ്കിൽ സാഹചര്യം നമുക്കെതിരായിട്ട് വരുന്നില്ലേ എന്നുള്ള തോന്നലിനും സാധ്യത ഏറെയുള്ള വാരമാണ്. പുതിയ പ്രോജക്ട്സ് എന്തായാലും തൽക്കാലം വേണ്ട എന്നുള്ളൊരു തീരുമാനമെടുക്കുവാനും സാധ്യത ഏറെയുള്ള വാരമാണ്. ഇപ്പോഴുള്ള ലോണൊക്കെ ഇപ്പം എങ്ങനെയാണ് തിരിച്ച് പേ ചെയ്യുക എന്നൊക്കെ ചിന്തിച്ച് മനോവിഷമം ഉണ്ടാകുവാനുള്ള സാധ്യതയും ഏറെയാണ്. അതുകൊണ്ട് ഈ വാരത്തിന് സാമ്പത്തികമായിട്ടുള്ള മേഖലയിൽ അത്ര അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ കാണുന്നില്ല. എന്നാൽ അതിന് പരിഹാരമുണ്ട്. അതിന് പരിഹാരം ദിവസവും മഹാലക്ഷ്മി അഷ്ടകം നമസ്തേസ്തു മഹാമായേ ശ്രീപീഠേ സുരപൂജിതേ മഹാലക്ഷ്മി അഷ്ടകം കിഴക്ക് ദർശനമായി ജപിച്ചുകൊണ്ട് വെള്ളിയാഴ്ചകളിൽ മഹാലക്ഷ്മി ക്ഷേത്രം അല്ലെങ്കിൽ അന്നപൂർണേശ്വരി ക്ഷേത്രം രണ്ടുമില്ല എന്നുണ്ടെങ്കിൽ ദേവീക്ഷേത്രത്തിൽ പോയി ഈ അഷ്ടകം 9 പ്രാവശ്യം വെള്ളിയാഴ്ച രാവിലെയും വൈകുന്നേരവും ജപിക്കുന്നത് വളരെ നല്ലതാണ്. സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങൾക്കൊരു പരിഹാരം ദേവി കാണിച്ചു തരും എന്നുള്ളതിൽ സംശയം വേണ്ട. പ്രധാനപ്പെട്ട കാര്യങ്ങളിലുള്ള തീരുമാനം, അതായത് പ്രണയമായാലും വിവാഹമായാലും ബിസിനസ്സിൽ പുതിയ പാർട്ട്ണർഷിപ്പായാലും സ്റ്റാർട്ടിങ് എ ന്യൂ ബിസിനസ് ആയാലും തൽക്കാലം ഒന്ന് മാറ്റിവെക്കുന്നത് നന്നായിരിക്കും. എല്ലാ ഐശ്വര്യങ്ങളും വരും, സന്തോഷമായിരിക്കും. വൃശ്ചികം രാശി, വിശാഖം അവസാനത്തെ കാൽഭാഗം, അനിഴം തൃക്കേട്ട. കാര്യങ്ങളൊക്കെ ഒന്ന് സ്മൂത്തായിട്ട് മുന്നോട്ട് പോകുന്നതിൻ്റെ സൂചനകൾ ലഭിക്കുവാനുള്ള ഭാഗ്യമുണ്ട്. ലോസിൽ പോയിരുന്ന ബിസിനസ്സിൽ ചില അനുകൂല ഭാവങ്ങൾ കാണിച്ചു തുടങ്ങും. അതിൻ്റെ ടേക്ക് ഓവറിന് ആരെങ്കിലും വരിക, അല്ലെങ്കിൽ വിൽപ്പനയ്ക്ക് ആരെങ്കിലും വരിക, അതിനൊക്കെയുള്ള സാധ്യതയുണ്ട്. സിനിമ ടി വി പേഴ്സണാലിറ്റീസിനും ഇതുപോലെ വർക്ക് പെൻഡിങ് ആയിട്ടുള്ള വർക്കൊക്കെ നടത്തിക്കൊണ്ടു പോകാനുള്ള ഒരു ഫൈനാൻഷ്യൽ സെറ്റപ്പ് അല്ലെങ്കിൽ എല്ലാവരുടെയും ഒരു കോപ്പറേഷൻ ലഭിക്കുവാനുള്ള ഭാഗ്യം ഈ വാരം കാണുന്നു. പുതിയ ജോലി, MNC പ്ലേസ്മെൻ്റ് ഒക്കെ ലഭിക്കുവാനും അല്ലെങ്കിൽ വിദേശത്ത് ജോലി തരപ്പെടുവാനും ഭാഗ്യമുള്ള ഒരു വാരമാണ്. അതുപോലെ ഫോറിൻ എഡ്യൂക്കേഷൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുമൊക്കെ അവസരം ഉണ്ടാകും എന്നുള്ളതിൽ സംശയം വേണ്ട. പ്രണയം വിവാഹത്തിലെത്തുവാനുള്ള യോഗമുണ്ട്. പൊതുവെ പാപജാതകമൊക്കെ ഉള്ളവർക്ക് യോജിച്ച രീതിയിലുള്ള വിവാഹാലോചനകളും ചേരുന്ന വിവാഹ ആലോചനയും വരാനുള്ള ഒരു ഭാഗ്യവും ഈ വാരം കാണുന്നു. വളരെ ദൂരദേശ യാത്ര കൊണ്ട് നേട്ടം അല്ലെങ്കിൽ ആഘോഷം, പിക്നിക്ക്, തീർത്ഥാടനം ഇവയ്ക്കൊക്കെയുള്ള ഭാഗ്യവും ഈ വാരം കാണുന്നു എന്നുള്ള കാര്യം അറിയാം. അധിക പണച്ചെലവ് ഉണ്ടാകാം. പഴയ കടമൊക്കെ ഉള്ളവർക്ക് അതൊക്കെ ഒന്ന് സെറ്റിൽ ചെയ്യാൻ പാകത്തിന് ചില ധനാഗമം വന്നു ചേരാനുള്ളത്. ധനലക്ഷ്മി സാന്നിധ്യം ഏറെയുള്ള ഒരു വാരമാണ് എന്ന് പ്രത്യേകിച്ചറിയാം. അത് വേണ്ട രീതിയിൽ ഉപയോഗിക്കുവാനായി ദേവി അനുഗ്രഹിക്കേണ്ടതും അത്യാവശ്യമാണ് എന്നുള്ള കാര്യം അറിഞ്ഞോളുക. ചൊവ്വയ്ക്ക് പ്രാധാന്യമുള്ള ഒരു രാശി ആയതുകൊണ്ട് തന്നെ ചൊവ്വാഴ്ചകളിൽ വ്രതമെടുത്ത് ദേവീക്ഷേത്ര ദർശനം, അത് രൗദ്രഭാവ ദേവീക്ഷേത്രം നമ്മൾ പറയും, ഭദ്രകാളി, ചാമുണ്ഡി, യക്ഷി അങ്ങനെയൊക്കെയുള്ള പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചോളൂ. തടസ്സങ്ങളൊക്കെ നീങ്ങും, മനസ്സിന് സന്തോഷം ലഭിക്കും, കുടുംബത്തിന് ഐശ്വര്യവും വന്നു ചേരും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കും. ധനുരാശി, മൂലം, പൂരാടം, ഉത്രാടം ആദ്യത്തെ കാൽഭാഗം. വളരെ കാലമായി കാണാൻ ആഗ്രഹിച്ച വ്യക്തികളെ കാണുക, അല്ലെങ്കിൽ പരിചയക്കാരെ കാണുക, സ്കൂളിലും കോളേജിലും ഒക്കെ പഠിച്ചവരുമായിട്ടുള്ള ഒരു സമാഗമത്തിനുള്ള അവസരം ലഭിക്കുക, ഇതിനൊക്കെയുള്ള ഭാഗ്യമുണ്ട്. അവരുമായിട്ടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു യോഗമുണ്ട് എന്നുള്ളതാണ്. പലപ്പോഴും ജീവിതത്തിനെ കൂടുതൽ അർത്ഥസമ്പുഷ്ടമാക്കുന്നത് നമ്മളെ കുറച്ചു കാലമായി കാണാത്ത പരിചയക്കാരെയും ബന്ധുക്കളെയൊക്കെ കണ്ടുമുട്ടി നമ്മുടെ പരിചയം ഒന്ന് പുതുക്കുമ്പോഴാണ് എന്ന് നമ്മൾ ആ നിമിഷമാണ് മനസ്സിലാക്കുന്നത്. ഇവരൊക്കെ ദേ ആർ വെരി ഡിയർ ടു മീ. പുതിയൊരു സന്തോഷം മനസ്സിൽ ഉദിക്കുന്ന ഒരു സമയമാണ്. യാത്രകൾ കൊണ്ട് നേട്ടങ്ങൾ വന്നു ചേരാം. പുതിയ സൗഹൃദമുണ്ടാകാം. ആ സൗഹൃദം, ചില സൗഹൃദമൊക്കെ ആ മൈൻഡ് സെറ്റുള്ളവർക്കും ആ പ്രായത്തിലുള്ളവർക്കും അത് പ്രണയത്തിലെത്താനുള്ള ഭാഗ്യമുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകിച്ചറിയാം. പുതിയ ബിസിനസ് ആരംഭിക്കുവാൻ പറ്റിയ ഒരു വാരമല്ല. എന്നാൽ ഇപ്പോഴുള്ള ബിസിനസ്സിൽ തടസ്സങ്ങളൊന്നും നീങ്ങുവാനും കാര്യങ്ങൾ അല്പം ഒന്ന് മെച്ചമാകുവാനുമുള്ള ഭാഗ്യമുണ്ട്. കുറച്ച് പണം ലഭിക്കുവാൻ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ലഭിക്കാനുള്ള ഭാഗ്യമുണ്ട്. അത് ആഘോഷപൂർണ്ണമായിട്ടുള്ള കാര്യങ്ങൾക്ക് ചിലവാക്കുവാനുള്ള യോഗവും ഈ വാരം കാണുന്നു എന്നുള്ള കാര്യം അറിയാം. പുതുവസ്ത്രം, പുതിയ ആഭരണം ഇവ ലഭിക്കുവാനുള്ള യോഗവുമുണ്ട്. അനുകൂലമായിട്ടുള്ള ഈ ഫലസൂചനകളിലെ തടസ്സങ്ങൾ നീക്കുവാനായി വ്യാഴാഴ്ചകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ശ്രീ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി അവിടെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. കഴിയുമെങ്കിൽ അവിടെ ഒരു പുഷ്പാഞ്ജലി കഴിപ്പിക്കുക. ശ്രീ വിഷ്ണു സ്തോത്രം ഭക്തിപൂർവ്വം കിഴക്ക് ദർശനമായി ദിവസവും ജപിച്ചോളൂ. എല്ലാ തടസ്സങ്ങളും നീങ്ങി
ഐശ്വര്യം വരും എന്നുള്ളതിൽ സംശയം വേണ്ട. ആരോഗ്യകാര്യങ്ങളിൽ ഒരു ശ്രദ്ധ വേണ്ട വാരമാണ് എന്നുള്ള കാര്യവും അറിയാം. മകരം രാശി, ഉത്രാട അവസാനത്തെ മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യത്തെ പകുതി ഭാഗം. പല കാര്യങ്ങളിലെയും തടസ്സങ്ങൾ നീങ്ങുന്നതായി അനുഭവപ്പെടും. അവിചാരിതമായിട്ട് ധാരാളം പണം വന്നു ചേരാനുള്ള ഭാഗ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ആഘോഷങ്ങൾക്കായിട്ടും വളരെ ഒരു നിയന്ത്രണവും ഇല്ലാതെ പണം ചിലവാക്കുവാനുള്ള സാധ്യത ഏറെയാണ് എന്ന് പ്രത്യേകിച്ചറിയാം. അപ്പോൾ അതുകൊണ്ട് ഈ പണം വരുന്നത് ചിലപ്പോൾ പെട്ടെന്ന് കയ്യിൽ നിന്ന് അങ്ങ് പോകാം. അതുകൊണ്ട് സ്പെൻഡിങ് ഹാബിറ്റ്സിലൊക്കെ ഒരു സെൽഫ് ഇമ്പോസ്ഡ് ആയിട്ടുള്ളൊരു കൺട്രോൾ വേണം. വിലപിടിപ്പുള്ള വസ്തുക്കളൊക്കെ വളരെ സൂക്ഷിച്ച് വെക്കേണ്ടത്, ലോക്ക് ആൻഡ് കീയിൽ വെക്കേണ്ട ഒരു കാലമാണ്. എന്നാൽ അത് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ അതേസമയം വരുമാനം വർദ്ധിക്കുവാനും ജോലിയിൽ നല്ലൊരു ഉയർച്ചയും പുതിയ ജോലി ലഭിക്കുവാനും അല്ലെങ്കിൽ MNC പ്ലേസ്മെൻറ്റോ ഫോറിൻ പ്ലേസ്മെൻറ്റോ ലഭിക്കുവാനുമൊക്കെയുള്ള ഭാഗ്യം ഈ വാരം കാണുന്നു. വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്കും അല്ലെങ്കിൽ വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്നവർക്കും അനുകൂലമായിട്ടുള്ള വാരമാണ്. ഇവിടെയുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ വിജയിക്കുവാനുള്ള ഭാഗ്യമുണ്ട് എന്നുള്ളതുകൊണ്ട് പഠനകാര്യങ്ങളിൽ ഒരു സ്പെഷ്യൽ കോൺസെൻട്രേഷൻ ആൻഡ് കമ്മിറ്റ്മെൻറ്റ് അത്യാവശ്യം വരുത്തേണ്ട വാരമാണ് എന്നുള്ള കാര്യവും അറിയാം. വിവാഹ കാര്യങ്ങളിലൊക്കെ തീരുമാനമാകുവാനുള്ള യോഗമുണ്ട്. എല്ലാ തടസ്സങ്ങളും നീക്കുവാനായിട്ട് രാശിനാഥനായിട്ടുള്ള ശനിയെ പ്രത്യേകം പ്രാർത്ഥിക്കുക. നീലാഞ്ജന സമാനാഭം രവിപുത്രം യമാഗ്രജം ഛായാമാർത്താണ്ഡസംഭൂതം തം നമാമി ശനൈശ്ചരം എന്നുള്ള ആ മന്ത്രം 9 പ്രാവശ്യം ദിവസവും കിഴക്ക് ദർശനമായിട്ട് ജപിച്ചോളൂ. എല്ലാ പ്രയാസങ്ങളും നീങ്ങും എന്നുള്ളതിൽ സംശയം വേണ്ട. പ്രയാസങ്ങൾ നീങ്ങുക എന്നുള്ളതിൽ അനുകൂലമായിട്ടുള്ള ഫലസൂചനകൾ ആണ് കൂടുതൽ. അപ്പോൾ അതിലെ തടസ്സങ്ങൾ നീക്കുക എന്നുള്ളതാണ് ഉദ്ദേശം ഈ പ്രാർത്ഥന കൊണ്ട്. ആരോഗ്യകാര്യങ്ങളിലും ചില പ്രയാസങ്ങൾ ഉണ്ടായിരുന്നവർക്ക് അത് അല്പം ഒന്ന് കുറയാനോ ട്രീറ്റ്മെൻറ്റ് ഫലിക്കുവാനോ ഒക്കെയുള്ള ഭാഗ്യവും ഈ വാരം കാണുന്നു. കുടുംബത്തിൽ സന്തതിയുടെ ജനനം അല്ലെങ്കിൽ ചെറിയ ആഘോഷങ്ങൾ നടക്കുവാനുള്ള ഭാഗ്യവും ഈ വാരമുണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. സന്തോഷമായിരിക്കുക. കുംഭം രാശി, അവിട്ടം അവസാനത്തെ പകുതി ഭാഗം, ചതയം പുരുരുട്ടാതി ആദ്യത്തെ മുക്കാൽ ഭാഗം. കാര്യങ്ങളിൽ തടസ്സങ്ങൾ അല്പം കുറയുന്നതായിട്ട് അനുഭവപ്പെടും. എന്നാലും ചില കാര്യങ്ങൾ കുറേ കാലമായിട്ട് തടസ്സപ്പെട്ടിരുന്നവയ്ക്ക് ഒരു പരിഹാരം ഈ വാരം കിട്ടാൻ അല്പം ബുദ്ധിമുട്ടാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. എന്നാൽ അതൊന്ന് ശരിയാക്കി കിട്ടാനായിട്ട് ശ്രമവും അത്യാവശ്യമാണ്. ഉദാഹരണത്തിന് ലോണ് അല്ലെങ്കിൽ ചിട്ടി അല്ലെങ്കിൽ ഗവൺമെൻറ് ഓഫീസിലെ സാങ്ഷൻ, ഇപ്പോൾ പ്രൈവറ്റ് സ്ഥാപനത്തിലൊരു കോൺട്രാക്റ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മളെങ്ങനെ സൂചനയൊക്കെ കണ്ടാലും പെട്ടെന്ന് അതിൽ ചെറിയ തടസ്സങ്ങൾ അല്ലെങ്കിൽ കാര്യങ്ങൾ നമുക്ക് എഗൻസ്റ്റായിട്ട് പോകാൻ, വ്യക്തികളെ കൊണ്ടോ സാഹചര്യങ്ങളെ കൊണ്ടോ നമുക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് കാര്യങ്ങൾ പോകാനുള്ളൊരു സാധ്യത ഏറെയാണ് ഈ വാരം എന്നുള്ളതുകൊണ്ട് നമ്മുടെ മൂവ്മെൻറ്റിലൊക്കെ ഒരു കോഷൻ വേണം. ബിസിനസ് പ്രപ്പോസൽസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, സിനിമ TV പ്രോജക്ട്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒരു രഹസ്യ സ്വഭാവം കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അത് ലീക്ക് ചെയ്തിട്ട് നമ്മുടെ അവസരങ്ങൾ തടസ്സപ്പെടാനുള്ള സാധ്യത ഏറെയുള്ള കാലമാണെന്ന് പ്രത്യേകിച്ചറിയാം. മാതൃസ്ഥാനീയർക്ക് ആരോഗ്യപരമായിട്ടുള്ള ഈ രാശിയിൽ ജനിച്ചവരുടെ അമ്മയ്ക്കും അല്ലെങ്കിൽ കുടുംബത്തിനും ചെറിയ ആരോഗ്യ പ്രയാസങ്ങളോ ധനനഷ്ടത്തിനുള്ള ചില സാഹചര്യങ്ങളോ ഒക്കെ ഈ വാരം കാണുന്നുണ്ട് എന്നറിയാം. അവരുടെ വാഹനയാത്രയും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ട സമയമാണ്. രാത്രികാല സഞ്ചാരം കഴിയുന്നതും കുറയ്ക്കുക. അഡ്വഞ്ചറസ് ട്രിപ്സ് ആൻഡ് റിസ്കി റൈഡ്സ് ഒഴിവാക്കേണ്ടത് തന്നെയാണ്. ചെറിയ ആരോഗ്യ പ്രയാസങ്ങളുണ്ടെങ്കിൽ അതിനും പരിഹാരങ്ങൾ നേടേണ്ടതാണ് ഫ്രം ദി മെഡിക്കൽ ഫീൽഡ് എന്നുള്ള കാര്യം പ്രത്യേകിച്ചറിയാം. പ്രയാസങ്ങളൊക്കെ നീക്കുവാനായി ശനിയാഴ്ച വ്രതമെടുക്കുക, ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്ര ദർശനം നടത്തുക, അവിടെ നീരാജനം കഴിപ്പിക്കുക, ദിവസവും ധർമ്മശാസ്താവിൻ്റെ അഷ്ടോത്തര ശതനാമാവലി ഭക്തിപൂർവ്വം ജപിക്കുക എന്നൊക്കെ ഉള്ളതുകൊണ്ട് ഈ ഇടരശനിക്കാലത്തെ പ്രയാസങ്ങൾ അങ്ങോട്ട് കുറഞ്ഞ കാര്യങ്ങളെ ഫേസ് ചെയ്യാനായിട്ടുള്ളൊരു കപ്പാസിറ്റി വരികയും അപ്പം അതുകൊണ്ട് തന്നെ ജീവിതം കുറേ സ്മൂത്തായിട്ടും സുന്ദരമായിട്ടും പോകുവാനും ഓപ്റ്റിമിസ്റ്റിക്കായിട്ട് നമുക്ക് ചിന്തിക്കുവാനും കഴിയും എന്നുള്ള കാര്യം പ്രത്യേകിച്ചറിയാം. സന്തോഷമായിരിക്കും. മീനം രാശി, പുരുരുട്ടാതി അവസാനത്തെ കാൽഭാഗം, ഉത്രട്ടാതി രേവതി. ആരോഗ്യപരമായിട്ടുള്ള പ്രയാസങ്ങൾ കൊണ്ട് ചില യാത്രകളൊക്കെ വേണ്ടി വന്നേക്കാം, അല്ലെങ്കിൽ കുടുംബത്തിൽ ആർക്കെങ്കിലും അത്യാവശ്യം വന്നിട്ടുള്ള യാത്രകൾക്കുള്ള സാധ്യത ഏറെയുള്ള വാരമാണെന്നറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെയധികം പണച്ചെലവ് വരാം. വാഹനത്തിന് റിപ്പയർ, ഗൃഹത്തിന് റിപ്പയർ, അതുവഴിയുള്ള ധനനഷ്ടം ഇവയൊക്കെ കാണുന്നുണ്ട്. എന്നാൽ വരുമാനത്തിൽ കാര്യമായിട്ടുള്ള ഉയർച്ച വരാനുള്ള ഭാഗ്യം കുറവാണ് ഈ രാശിയിലെ കൂടുതൽ പേർക്കും ഇപ്പോൾ എന്നുള്ള കാര്യം അറിയാം. വൈകാരികമായിട്ട് വിക്ഷോഭങ്ങൾ, പെട്ടെന്ന് ദേഷ്യം വരിക, പെട്ടെന്ന് സന്തോഷം വരിക, ഈ രണ്ട് കാര്യങ്ങളും സംഭവിക്കുവാൻ
യോഗമുള്ള ഒരു വാരമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇമ്പൾസീവായിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ്, ആലോചിക്കാതെയുള്ള തീരുമാനങ്ങൾ എടുക്കുക. അപ്പോൾ അതുവഴി നഷ്ടം വരിക, അല്ലെങ്കിൽ കാര്യങ്ങൾ സ്റ്റാഗ്നേറ്റഡ് ആകുക, നമ്മളെന്തെങ്കിലുമൊക്കെ മണ്ടത്തരം എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, അതിലൊക്കെ ചെന്ന് ചാടുവാൻ ഏറെ സാധ്യതയുള്ള വാരമായതുകൊണ്ട് പുതിയ ബിസിനസ് പ്രോജക്ട്സ് തൽക്കാലം വേണ്ട. പുതിയ സൗഹൃദങ്ങൾ കുറയ്ക്കുക. സൗഹൃദം കൊണ്ട് നേട്ടമുണ്ടാകും എന്ന് തോന്നുമെങ്കിലും പിന്നീട് അത് പ്രയാസങ്ങളായിരിക്കും സൃഷ്ടിക്കുക എന്നുള്ള കാര്യം അറിയുക. സ്കൂളിലും കോളേജിലും സൗഹൃദം കുറയ്ക്കുക. പൊതുവെ സോഷ്യലൈസേഷൻ എന്നൊക്കെ നമ്മൾ പറയുന്നതൊക്കെ ഒന്ന് റെസ്ട്രിക്റ്റ് ചെയ്യുക, എസ്പെഷ്യലി വിത്ത് ദി ഓപ്പോസിറ്റ് സെക്സ്. ഹോർമോണലായിട്ടുള്ള പ്രോബ്ലംസ് ഒരു പ്രായം കടന്നവർക്ക് വരാം. അലർജിക് കണ്ടീഷൻ, സ്കിൻ ട്രബിൾസ്, അല്ലെങ്കിൽ ബ്ലഡ് റിലേറ്റഡ് പ്രോബ്ലംസ്, അതായത് കൊളസ്ട്രോൾ, ട്രൈഗ്ലിസറൈഡ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കൺട്രോൾ ചെയ്യേണ്ട ഒരു കാലമാണെന്നും പ്രത്യേകിച്ച് അറിഞ്ഞോളൂ. വിവാഹ കാര്യങ്ങൾക്ക് പൊതുവെ അത്ര നല്ല സമയമല്ല, അതായത് വാരമല്ല. തീരുമാനമെടുക്കുന്നതിന് മുമ്പ് ഒരു കാരണവസ്ഥാനീയരുടെയൊക്കെ അഡ്വൈസ് വാങ്ങിയതിന് ശേഷം മാത്രം പ്രണയകാര്യങ്ങളിലോ വിവാഹ കാര്യങ്ങളിലോ തീരുമാനമെടുക്കുക. രക്തദൂഷ്യം, ബ്ലഡ് റിലേറ്റഡ് പ്രോബ്ലംസ് വരാം എന്നുള്ളതുകൊണ്ട് ആ കാര്യങ്ങളിൽ ഒരു നിയന്ത്രണം വേണം. ശിവപ്രീതി കൊണ്ട് ഈ പ്രയാസങ്ങളൊക്കെ നീങ്ങും. ശിവക്ഷേത്ര ദർശനം നടത്തിക്കോളൂ. ഓം ഹ്രീം നമ ശിവായ ദിവസവും 108 പ്രാവശ്യം ജപിച്ചുകൊണ്ട് തിങ്കളാഴ്ചകളിൽ 1008 പ്രാവശ്യം ക്ഷേത്രത്തിനുള്ളിൽ നിന്ന് ജപിക്കുക. എല്ലാ പ്രയാസങ്ങളും നീങ്ങുമെന്ന് മാത്രമല്ല, കുടുംബത്തിൽ ഐശ്വര്യവും സന്തോഷവും സമാധാനവും വന്നു ചേരും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കും. 27 നക്ഷത്രക്കാരുടെ 12 രാശികളിലായി വരുന്ന 27 നക്ഷത്രക്കാരുടെ ശുഭാശുഭ ഫല സൂചനകളാണ് ഇതുവരെയായിട്ടും പറഞ്ഞത്. പരിഹാര നിർദ്ദേശങ്ങൾ ഉൾപ്പെടെ ഈ പ്രോഗ്രാമിലേക്ക് കത്തുകൾ അയക്കാം, മെയിൽ അയക്കാം. മെയിലിൻ്റെ ID കൊടുത്തിട്ടുണ്ട്. ജനിച്ച ഡേറ്റ്, മാസം, വർഷം, സമയം, സ്ഥലം, നക്ഷത്രം, ആളുടെ പേര്, എവിടുന്ന്, ഏത് ഡിസ്ട്രിക്റ്റാണ് എന്നുള്ള കാര്യം കൂടി മെൻഷൻ ചെയ്യണം. ഈ പ്രോഗ്രാമിലൂടെ അതിന് മറുപടി നൽകുവാൻ ശ്രമിക്കാം. അപ്പോൾ ഇനി വരുന്ന കുറേ മെയിൽസ് കിട്ടിയിട്ടുണ്ട്, അത് ഒന്ന് നോക്കാം. ആദ്യം ഈ പ്രോഗ്രാം കണ്ടിട്ട് അഭിപ്രായം പറഞ്ഞവരുടെ കാര്യങ്ങളാണ്. ശ്രീ പ്രദീപ്, അങ്ങനെയുള്ള ചിലർ കണ്ടിട്ടുണ്ട്, താങ്ക്സ് പറഞ്ഞിട്ടുണ്ട്, സന്തോഷം പറഞ്ഞിട്ടുണ്ട്, നമസ്കാരം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ നമസ്കാരം പറയുന്നു എന്ന് മാത്രമല്ല, അവർക്ക് വേണ്ടി ഭഗവാനോട് പ്രാർത്ഥിക്കുന്നവർക്ക് സുന്ദരമായിട്ടുള്ളൊരു ജീവിതം ലഭിക്കട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. ആദ്യത്തെ മെയിൽ, ശ്രീ പ്രദീപ്, പുരൂരുട്ടാതി നക്ഷത്രം, കടം ഭാഗ്യമില്ല, 55 വയസ്സോളമായി എന്ന് പറഞ്ഞിട്ടുണ്ട്. പുരൂരുട്ടാതി നക്ഷത്രത്തിന് 7 ശനിയിൽ ജന്മശനി കാലമായതുകൊണ്ട് ഇപ്പോൾ നല്ല സമയമല്ല എന്നുള്ള കാര്യം പ്രത്യേകിച്ചറിയാം. ദൈവാധീനകാരകനായിട്ടുള്ള വ്യാഴനും അനുകൂല സ്ഥാനത്തല്ല. അപ്പോൾ പുരൂരുട്ടാതി നക്ഷത്രക്കാർക്ക് പൊതുവെ ഒരു 80% അത്ര നല്ല സമയമല്ല. എന്നാൽ ജാതകത്തിൽ ഭാഗ്യാധിപൻ ബലമായിട്ടുള്ളവർക്ക്, അതായത് 20% നേട്ടങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോളുക, പണം നഷ്ടപ്പെടാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക എന്ന് മാത്രമല്ല, പുതിയ ബിസിനസ് പ്രോജക്ട്സോ വീട് പണി ഇതൊന്നും ഇപ്പോൾ ആരംഭിക്കാൻ പറ്റിയുള്ള സമയമല്ല എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിയുക. ഇപ്പോൾ പ്രാർത്ഥന അത്യാവശ്യം വേണം. പിന്നെ ഭാഗ്യമില്ലാതാണ് വീടില്ലാത്തതെന്ന് അങ്ങനെയൊന്നും പറയേണ്ട. അത്യാവശ്യം ഭാഗ്യം ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ പണം മാനേജ് ചെയ്യാൻ അറിയാത്തൊരു സ്വഭാവം ജാതകത്തിൽ കാണുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് വലിയ ക്യാപിറ്റൽ ഇൻറ്റൻസീവായിട്ടുള്ള ബിസിനസ്സിലൊന്നും ഇറങ്ങുവാൻ പറ്റിയൊരു ജാതകം. വളരെ സ്ഥിര ജോലിയാണെന്നല്ല, അതിൻ്റെ കൂട്ടത്തിൽ ചെറിയ എന്തെങ്കിലും ഒരു ക്യാഷ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ലാത്തൊരു ബിസിനസ് നടത്താം, അത്രേ പാടുള്ളൂ എന്നുള്ള കാര്യം അറിഞ്ഞോളൂ. സന്തോഷമായിരിക്കും. ശ്രീ മനോജ്, പൂയം നക്ഷത്രം, ധാരാളം പണം കിട്ടാനുണ്ട്, കൊടുക്കാനുമുണ്ട്, രണ്ടും ശരിയാവുന്നില്ല എന്നാണ് പറയുന്നത്. ശ്രീ മനോജ്, 12 ബന്ധപ്പെട്ടൊരു വ്യാഴൻ്റെ സ്ഥിതിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് പണം കയ്യിൽ നിന്ന് ഇങ്ങനെ ചിലവാക്കുന്ന ഒരു സ്വഭാവമാണ്. യു ആർ സ്പെൻഡിങ് എ ലോട്ട് ഓഫ് ക്യാഷ്. അതൊരു പ്ലാനിങ് ഇല്ലാതെയുള്ള സ്പെൻഡിങ്ങും പ്ലാനിങ് ഇല്ലാതെയുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റുമാണ് എന്ന് കാണുന്നുണ്ട്. പിന്നെ ഈ ജാതകന് പണം കൊടുത്തു കഴിഞ്ഞാൽ അത് കിട്ടാൻ വലിയ വിഷമമാണ്, തിരിച്ച് കിട്ടാൻ വലിയ വിഷമമാണ്. അത് വാങ്ങാനോട്ട് അറിയേയില്ല, അതാണ് മറ്റൊരു കാര്യം. അതുകൊണ്ട് ആ ബിസിനസ് ഇനി അനുയോജ്യമല്ല. താൽക്കാലിക ലാഭം കിട്ടിയാൽ പോലും അനുയോജ്യമല്ല. ഒരു സ്ഥിര ജോലിയാണ് നല്ലത്. പിന്നെ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് അല്ലാത്ത ചെറിയ ബിസിനസ്സൊക്കെ ചെയ്യാം. ആഹാര വസ്തുക്കളുടെ ക്രയവിക്രയം എന്ന് പറയും, അത് ചെയ്യാവുന്നതാണ്. ചെറിയ എന്തെങ്കിലും ഒരു ബേക്കറീസിന് സപ്ലൈ ചെയ്യാനുള്ള ഒരു സംവിധാനവും അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കിയാൽ ധാരാളം മതിയാകുന്നതാണ്. സന്തോഷമായിരിക്കുക. ശ്രീമതി മിസ് ചാരുലത, ചിങ്ങോറ്റു ഭരണി നക്ഷത്രം. ശ്രീ ചാരുലത, ചിങ്ങോറ്റു ഭരണി നക്ഷത്രം, പാലക്കാടാണെന്ന് തോന്നുന്നു അല്ല സ്ഥലം.
37 വയസ്സായി. വിദേശത്തായിരുന്നു, അഡ്വർടൈസ്മെൻറ്റ് ഫീൽഡിലാണ്, ഫൈനാൻഷ്യലി വെരി സൗണ്ടാണ്. ഇപ്പം നാട്ടിലേക്ക് വന്നു, ഇവിടെ ബിസിനസ് ചെയ്യണം എന്നാണ് വിചാരിച്ചത്. പക്ഷേ എല്ലാവരുടെയും അഡ്വൈസ് കൊണ്ട് ഞാൻ ഇവിടെ സ്കോപ്പില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഐ എം ഗോയിങ് ടു ഹൈദരാബാദ് എന്ന് പറഞ്ഞിട്ടുണ്ട്. വിവാഹം ഇതുവരെയായിട്ടും 37 വയസ്സായല്ലോ, വിവാഹം വേണ്ടാന്ന് വെച്ചതായിരിക്കും. യു ആർ വെരി ബിസി. 24 വയസ്സാണ്. അത് 24 വയസ്സിലൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു, 3 വർഷം, പിന്നെ അത് ബ്രേക്കപ്പായി. എന്താ കാരണം എന്ന് പറഞ്ഞിട്ടില്ല. വീണ്ടും ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായി. 31st ഇയർ മുതൽ 36th ഇയർ വരെ, അതായിരുന്നു സെക്കൻഡ് ഒരു റിലേഷൻഷിപ്പിൻ്റെ കാലം. ഇറ്റ് ലാസ്റ്റഡ് ഫോർ നിയർലി 7 years. 7 വർഷത്തോളം അത് ലാസ്റ്റ് ചെയ്തു. എങ്കിലും അതും ബ്രേക്കപ്പായി. അപ്പോൾ എൻ്റെ വിവാഹം നടന്നിട്ടില്ല. ഇതൊക്കെ നടക്കുന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ ഇരിക്കുകയായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി ഇറ്റ് ഡിഡ് നോട്ട് മെറ്റീരിയലൈസ്. വാട്ട് ഐ എം ഐ ടു ഡു? അപ്പോൾ വിദേശത്തായിരുന്നു എന്നുള്ളതായിരിക്കണം ഒരു പക്ഷേ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഒരു ഓപ്പർച്യൂണിറ്റി വരിക എന്നുള്ള ഓപ്പർച്യൂണിറ്റി കുറയുമല്ലോ വിവാഹ കാര്യങ്ങളിൽ. അല്ല, ജാതകത്തിൽ വലിയ ദോഷമൊന്നും കാണുന്നില്ല. എന്നാൽ വിവാഹം ഒരു വൈകിക്കുന്ന ഒരു ജാതകം തന്നെയാണ്. കാരണം ശനിദൃഷ്ടിയുണ്ട്. അതുകൊണ്ട് വിവാഹ കാര്യങ്ങൾ വൈകിയേ നടക്കൂ. നല്ല വിവാഹം കിട്ടാനുള്ള ഭാഗ്യമുണ്ട്. കുറച്ച് വാശി, ചൊവ്വയുടെ ഒരു സ്ഥിതി വെച്ച് നോക്കുമ്പോൾ അല്പം വാശിയുള്ള സ്വഭാവമാണ്, ഉണ്ടെങ്കിൽ അതൊന്ന് കുറച്ചോളൂ കേട്ടോ. ഇപ്പോൾ ഈ 9 മാസം എന്ന് പറയുന്ന വിവാഹ കാര്യങ്ങൾക്ക് തരക്കേടില്ലാത്ത സമയമാണ്. ആചാരപ്രകാരം തിങ്കളാഴ്ച വ്രതമെടുത്ത് ശിവപാർവതി സ്തോത്രം ജപിച്ചുകൊണ്ട് വിവാഹത്തിനായി ശ്രമിച്ചോളൂ. വിവാഹ നിശ്ചയം നടക്കുവാൻ ഭാഗ്യമുള്ളൊരു സമയം തന്നെയാണ്. സന്തോഷമായിരിക്കുക. ശ്രീമതി ദാക്ഷായണി അമ്മ, ശ്രീമതി ദാക്ഷായണി അമ്മ, ഹസ്ബൻഡിന് 63 വയസ്സായി, ചതയം നക്ഷത്രം. ഇപ്പോൾ സംസാരം തീരെ കുറവാണ്. ധാരാളം സംസാരിച്ചിരുന്ന വ്യക്തിയാണ്. പലപ്പോഴും ശോകമൂകമായിട്ടിരിക്കും. എന്നാൽ അങ്ങനെ വിഷമിക്കേണ്ട സാഹചര്യങ്ങളൊന്നുമില്ല. സാമ്പത്തികമായിട്ടൊക്കെ മെച്ചമായിട്ടുള്ള ഒരവസ്ഥയാണ്. ഒരു ജ്യോത്സ്യൻ പറഞ്ഞു ബാധയുടെ ഒരു സാന്നിധ്യമുണ്ട്, അത് ഒഴിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ മെയിലിലുണ്ട്. എന്തായാലും ചതയം നക്ഷത്രത്തിന് 7.5 ശനിക്കാലമാണ്, അതിൽ ജന്മശനിയാണ്. അപ്പോൾ ജന്മശനി കാലത്ത് എന്തായാലും പ്രയാസങ്ങൾ വരുന്ന സമയം തന്നെയാണ്. അപ്പോൾ വൈകാരികമായിട്ടുള്ള പ്രയാസങ്ങളുടെ ഒരു സൂചനയാണ് ഇവിടെ കാണുന്നത്. വൈകാരികമായിട്ടുള്ള പ്രയാസങ്ങൾ നീക്കുവാനായിട്ട് ശ്രീകൃഷ്ണാവതാരം ഭാഗം നാരായണീയത്തിലെ ദിവസവും കിഴക്ക് ദർശനമായിട്ട് ജപിച്ചുകൊണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. അവിടെ ഒരു ദിവസം ഭജനവും ഈ ദശകം 108 പ്രാവശ്യവും പാരായണം ചെയ്യുക. അഗതിക്ക് അന്നദാനം നല്ലതാണെന്ന് ആചാര്യന്മാർ പറയാറുണ്ട്. അതോടൊപ്പം തന്നെ ക്ഷേത്രത്തിൽ പാൽപ്പായസ നിവേദ്യവും കഴിപ്പിക്കുക. അത് വേണ്ടപ്പെട്ടവർക്കൊക്കെ കൊടുത്ത് അവരുടെ സന്തോഷം വാങ്ങുക. ഇതാണ് നമ്മൾ ദൈവികമായിട്ടുള്ള പരിഹാരം. ഇനി ഭൗതികമായിട്ടുള്ള ഒരു പരിഹാരം എന്ന് പറയുന്ന ഈ വൈദ്യസഹായം വേണ്ട ഒരു സാഹചര്യമാണ്. അതുകൊണ്ടൊരു നല്ലൊരു ന്യൂറോ ഫിസിഷ്യനെയോ അല്ലെങ്കിൽ ജനറൽ ഫിസിഷ്യനെയോ കാണിക്കേണ്ട ഒരു കാലമാണ് എന്ന് പ്രത്യേകിച്ച് അറിയുക. അവരുടെ ഉപദേശം അനുസരിച്ച് മുന്നോട്ട് പോവുക. പ്രയാസങ്ങളൊക്കെ നിയന്ത്രണ വിധേയമാകും, അതിൽ സംശയം വേണ്ട. ഇപ്പോൾ സംസാരിക്കാത്ത ഈ വൈകാരികമായിട്ടുള്ള പ്രയാസങ്ങൾ വന്നിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത്. അതങ്ങ് മാറിക്കോളും കേട്ടോ. അത് 6 മാസം കൊണ്ട് അതങ്ങോട്ട് മാറും. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഭൗതികമായിട്ടുള്ള ചില വൈദ്യസഹായം, ചികിത്സാ വിധികൾ കൂടി വേണ്ടി വരും എന്നാണ് കാണുന്നത്. അത് അനുഷ്ഠിച്ചോളൂ. സന്തോഷകരമായിട്ടുള്ള ജീവിതം തന്നെ ലഭിക്കും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കാം. ഇന്നത്തെ ഈ ജ്യോതിഷ പ്രോഗ്രാം ഇവിടെ പൂർണ്ണമാകുകയാണ്. ഈ പ്രോഗ്രാമിലേക്ക് മെയിൽസ് അയക്കാം. മെയിൽ ID കൊടുത്തിട്ടുണ്ട്. ജനിച്ച ഡേറ്റ്, മാസം, വർഷം, സമയം, സ്ഥലം, നക്ഷത്രം, കംപ്ലീറ്റ് നെയിം, എവിടെ നിന്നാണ് മെയിൽ ചെയ്യുന്നത് എന്നുള്ള വിവരം സഹിതം മെയിൽ ചെയ്യുക. ഈ പ്രോഗ്രാമിലൂടെ തന്നെ മറുപടി നൽകുവാൻ ശ്രമിക്കുന്നതാണ്. എല്ലാ മാന്യ പ്രേക്ഷകർക്കും സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ, ഐശ്വര്യത്തിൻ്റെ, ആരോഗ്യത്തിൻ്റെ വാരമായിരിക്കട്ടെ എന്നാശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ഓം ശ്രീ വിഘ്നേശ്വരായ.